ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു സോയ പുട്ടാണ് ഉണ്ടാക്കാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സോയ ഇതുപോലെ നല്ല പോലെ ഒന്ന് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. അത് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മസാലപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ എല്ലാ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് തിരുമ്പി ഇതാക്കി വെക്കട്ടെ, മസാല പരട്ടിയിട്ട്. അപ്പം നമ്മൾ ഓൾറെഡി വേവിച്ച് സോയയാണ്, പിന്നെ നമ്മളിത് വറുത്തെടുക്കാനാണ് നോക്കണത്. അപ്പോൾ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മസാലയൊക്കെ പരട്ടി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തേക്ക് അല്പം വെളിച്ചെണ്ണ, ഓയിൽ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് നമുക്ക് സോയ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. എല്ലാതും ഒരുമിച്ചിട്ടിട്ടാണ് നമ്മളിവിടെ ഫ്രൈ ആക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ ഒന്ന് സോയ മസാലയൊക്കെ ആയി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം സോയ നമ്മൾ ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സോയയും വറുത്തത് നമ്മൾ ഇതുപോലെ മാറ്റി വെക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ നിങ്ങൾ എന്താണോ എടുത്തത് അത് എടുത്തിട്ട് അതിന് ശേഷം പിന്നെ ഒരു സബോള അരിഞ്ഞത്, അല്ലെങ്കിൽ 2 ചെറിയ സബോള ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞത്, പിന്നെ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് ചതച്ചത് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി. എന്നിട്ട് നമ്മൾ സാധാ മസാലയ്ക്ക് ആക്കില്ല അതുപോലെ നല്ല പോലെ ഒന്ന് ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാലയ്ക്ക് ആവശ്യമുള്ളത് സോയിൽ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. എല്ലാതൊന്നും വഴറ്റി വന്നപ്പോൾ ഇനി നമ്മൾ മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1 അല്ലെങ്കിൽ 1.5 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ഇതിലേക്ക് ലേശം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ മസാലപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. മസാലയൊക്കെ ഒന്ന് മൂക്കുന്നവരൊരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലായിടത്തേക്കും ആവണ രീതിക്ക്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കണമെന്ന് പറഞ്ഞ ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ മസാലയും എല്ലാതും ഒന്ന് ഗ്രേവിയായിട്ട് എല്ലാതും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം ഒന്ന് ഇതായി എന്ന് കാണുമ്പോൾ പിന്നെ നമ്മളിവിടെ റോസ്റ്റ് ആക്കി വെച്ചേക്കണം സോയയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി വെള്ളം കൂടിയെങ്കിൽ അതൊന്ന് വറ്റണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു പരിവായിട്ടാണ് വേണ്ടത്, ഒരു മസാല റോസ്റ്റ് പോലെ. അപ്പോൾ അതുപോലെ നമുക്ക് ഇങ്ങനെ റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് സാധാ പൊടി കുഴക്കണ പോലെ അതിലൊരു ലേശം എന്താ പറയുക നല്ല ജീരകവും തേങ്ങ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ പുട്ടിൻ്റെ കൊല്ല ആദ്യം നമ്മൾ ഇത്തിരി തേങ്ങയും പിന്നെ ഇതുപോലെ പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക ചിരകിയത്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ മസാലയിലെ സോയ മസാല, അതും നമ്മൾ ലെയർ ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുക ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഇതുപോലെ റിപ്പീറ്റായിട്ട് തേങ്ങയും പിന്നെ പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനത്തെ ലെയറാണ് പിന്നെ നമ്മൾ ഇതുപോലെ ആഡ് ചെയ്തിട്ട് സോയ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവസാനത്തെ ലെയർ ചേർക്കുമ്പോൾ ഇത്തിരി നാളികേരം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരും. അപ്പോൾ ഇനി നമ്മൾ ഇതൊക്കെ ആക്കി നാളികേരം കൂടെ ആക്കി നമ്മൾ പുട്ടിൻ്റെ കുറ്റിയിൽ ആവി വരാൻ വേണ്ടി വെച്ചേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പുട്ടിൻ്റെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് കുറ്റി ശരിയാക്കാം. അപ്പം നമ്മൾ ഇത് കണ്ട ഇതുപോലെ ആയിപ്പോവും കുറച്ച് സോയ. അപ്പം നമ്മൾ ലാസ്റ്റത്തെ ലെയർ സോയ ചേർക്കണത് ഒഴിവാക്കാം. ഇടയിൽ 2 ലെയർ മിക്സ് ആക്കി ചേർക്കാൻ നോക്കുക, അല്ലെങ്കിൽ അവസാനം പിന്നെ ഇത്തിരി ഇങ്ങനെ ഇതുപോലെ വരും നമ്മൾ കുത്തുമ്പോൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ വെറൈറ്റി പുട്ട് സോയ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് പറയാം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും ബൈ ബൈ.